മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ കോഴ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനോർഗാനിക് കെമിസ്ട്രിയിലെ ന്യൂക്ലിയർ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റാണ്. ന്യൂക്ലിയർ കെമിസ്ട്രി നോർമലി നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു ചാപ്റ്ററാണ്. പക്ഷെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഒരു MSc ലെവലിലൊക്കെ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്തുനിന്നൊരു 3 ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യൻ വരെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിൽ പോലും നമുക്കൊരു 2 ക്വസ്റ്റ്യൻസ് മിനിമം ഈ ഒരു ന്യൂക്ലിയർ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഫോറൻസിക് എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, ഫോറൻസിക് ഓഫീസറിൻ്റെ എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിലബസ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ കെമിസ്ട്രിയുടെ സിലബസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് ന്യൂക്ലിയർ റിയാക്ഷൻസ്, സ്ട്രക്ചർ ആൻഡ് സ്റ്റെബിലിറ്റി, മാജിക് നമ്പേഴ്സ്, ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് ഡിഫറെൻറ്റ് ന്യൂക്ലിയർ മോഡൽസ്, റേഡിയോ ആക്റ്റീവ് ഇക്വിലിബ്രിയ, ഇക്വേഷൻസ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ, ഫിഷൻ ഫ്യൂഷൻ, ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ്, കൗണ്ടിങ് ടെക്നിക്സ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ന്യൂക്ലിയർ കെമിസ്ട്രിയുടെ MSc ലെവലിലുള്ള ഒരു സിലബസ് എന്ന് പറയുന്നത്. അപ്പം ശരിക്കും ഈ ഒരു സിലബസ് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടത്തില്ല. അപ്പം നമ്മൾ ന്യൂക്ലിയർ കെമിസ്ട്രി 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് പറയുക. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ന്യൂക്ലിയസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡൽസിനെ കുറിച്ച് പഠിക്കും. ന്യൂക്ലിയസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡൽസിനെ കുറിച്ച് പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിയാക്ഷൻസ്, ന്യൂക്ലിയർ റിയാക്ഷൻസിനെ കുറിച്ച് പഠിക്കും. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ. അങ്ങനെയാണ് ശരിക്കും ഒരു മൊത്തത്തിൽ ന്യൂക്ലിയർ കെമിസ്ട്രിയെ കുറിച്ച് പറയാനാണെങ്കിൽ അത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഫോറൻസിക്കിൻ്റെ സിലബസിൽ നിന്ന് ഉള്ള ആ സിലബസാണ്, സെയിം സിലബസ് തന്നെയാണ്. അപ്പം ഈ ഒരു ന്യൂക്ലിയർ കെമിസ്ട്രി എന്ന് പറയുന്ന ആ പാർട്ട് ഓർഗാനിക് കെമിസ്ട്രിയിലെ മൊഡ്യൂൾ 3യിലാണ് വരുന്നത്. ആ മൊഡ്യൂളിൽ മൊത്തം 6 യൂണിറ്റ് ആണുള്ളത്. അതിനകത്ത് ഫസ്റ്റ് യൂണിറ്റ് ന്യൂക്ലിയർ കെമിസ്ട്രിയാണ്, സെക്കൻഡ് യൂണിറ്റ് സോളിഡ് സ്റ്റേറ്റ് ആണ്, തേർഡ് യൂണിറ്റ് എക്സ്റേ ഡിഫ്രാക്ഷൻ, ബ്രാഗ്സ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആണുള്ളത്. പിന്നെ തിയറീസ് റിലേറ്റഡ് ടു സോളിഡ്സ്, നമ്മുടെ കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, അതിൻ്റെ ആപ്ലിക്കേഷൻ, പിന്നെ ഹൗ ടു ഫൈൻഡ് സ്പൈനൽ, ഇൻവേഴ്സ് സ്പൈനൽ, അങ്ങനെ കുറേ കൺസെപ്റ്റൊക്കെയാണ്. പിന്നെ ലാസ്റ്റ് യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് കളർ, പിഗ്മെൻറ്റ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഏറ്റവും ലാസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇനോർഗാനിക് മെറ്റീരിയൽസിനെ കുറിച്ചാണ് ആ ഒരു യൂണിറ്റിൽ മൊത്തം നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂക്ലിയർ കെമിസ്ട്രിയെ പറ്റിയാണ്. അപ്പം ന്യൂക്ലിയർ കെമിസ്ട്രിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താ നമുക്ക് നോക്കാം. ന്യൂക്ലിയർ കെമിസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ആണ്. ഇറ്റ്സ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ന്യൂക്ലിയസ് ആണ്. ഇൻ ആൻ ആറ്റം, ഒരു ആറ്റത്തിനകത്തുള്ള ന്യൂക്ലിയസിനെ കുറിച്ചുള്ള സ്റ്റഡീസിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡിയാണ് നമ്മൾ ന്യൂക്ലിയർ കെമിസ്ട്രി എന്ന് പറയുന്നത്. നമുക്കറിയാം റേഡിയോ ആക്ടിവിറ്റി എന്നൊരു പറഞ്ഞ ഒരു ഡിസ്കവറി ഹെൻറി ബെക്കറലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ന്യൂക്ലിയർ കെമിസ്ട്രിയുടെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പം ഡിസ്കവറി ഓഫ് നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി ബൈ ഹെൻറി ബെക്കൽ വാസ് ദ ബിഗിനിങ് ഓഫ് ദിസ് ന്യൂക്ലിയർ കെമിസ്ട്രി. ശരിക്കും അതൊരു ചെറിയ കഥ പോലെയാണ്. ഹെൻറി ബെക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റ് യുറേനിയം മിനറൽസ് അല്ലെങ്കിൽ യുറേനിയം സോൾട്ടിലായിരുന്നു എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആക്സിഡൻ്റൽ ആയിട്ടുള്ള ഒരു ഡിസ്കവറിയാണ്, നമുക്കറിയാം. യുറേനിയം സോൾട്ട് ഇതുപോലെ പൊതിഞ്ഞ് ഡ്രോയ്ക്കകത്ത് വെച്ചിട്ട് പോകുന്ന സമയത്ത് അതിനകത്ത് തൊട്ടടുത്ത് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സ് ഉണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം ഈ ഡ്രോ തുറന്ന് ഇതെടുക്കാൻ ചെന്ന സമയത്ത് ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സിനകത്ത് ലൂമിനസൻസ്, ലൈറ്റിൻ്റെ ആബ്സെൻസിൽ ലൂമിനസൻസ് ഒബ്സർവ് ചെയ്തു. ആ ഒരു ഒബ്സർവേഷനിൽ നിന്നുമാണ് റേഡിയോ ആക്ടിവിറ്റി ഡിസ്കവർ ചെയ്യുന്നത് ഹെൻറി ബെക്കറിൽ. പിന്നീട് മേരി ക്യൂരി കുറേ അധികം പൊളോണിയം, തോറിയം, അങ്ങനത്തെ കുറച്ച് എലമെൻസിനെ ഡിസ്കവർ ചെയ്തു. യുറേനിയമായിട്ട് കമ്പയർ ചെയ്ത സമയത്ത് ചില പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്തു. പിന്നീട് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് മേരി ക്യൂരിയാണ്. അപ്പോൾ അതാണ് ഒരു ബ്രീഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് ഓർത്തിരിക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ ആരാണ് ഇത് ഡിസ്കവർ ചെയ്തത്, റേഡിയോ ആക്ടിവിറ്റി ആരാണ് ഡിസ്കവർ ചെയ്തത്, അതുപോലെ തന്നെ റേഡിയോ ആക്ടിവിറ്റി എന്ന ടേം കോയിൻ ചെയ്തത് ആരാണ്, പിന്നെ ഡിസ്കവറി ഓഫ് പൊളോണിയം, തോറിയം, റേഡിയം, അതൊക്കെ മേരി ക്യൂരിയാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാനായിട്ടുള്ളൂ. ഹിസ്റ്ററി അത്രയൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. വർഷമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? വാസ് ഡിസ്കവേർഡ് ഇൻ 1896 ബൈ ഹെൻറി ബെക്കലാണ്. അദ്ദേഹം, ഞാൻ ഓൾറെഡി പറഞ്ഞു, യുറേനിയം മിനറൽസിലായിരുന്നു അദ്ദേഹം സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഹി ഒബ്സർവ്ഡ് ദാറ്റ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സ് വെയർ ബ്ലാക്കൻഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ലൈറ്റ്. അത് കഴിഞ്ഞിട്ട് ആണ് മേരി ക്യൂരി തോറിയം എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻറ്റ് ഡിസ്കവർ ചെയ്യുന്നത്. ദെൻ മേരി ക്യൂരി ഫൈൻഡ് ദാറ്റ് ഡിഫറൻസ് ഇൻ ദ റേഡിയോ ആക്ടിവിറ്റി ഓഫ് യുറേനിയം ആൻഡ് തോറിയം ആൻഡ് കൺക്ലൂഡഡ് ദാറ്റ് ദീസ് എലമെൻറ്റ്സ് മസ്റ്റ് കണ്ടെയ്ൻ ആൻ അൺനോൺ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്. അങ്ങനെ ആ ഒരു പ്രോപ്പർട്ടി ഡിസ്കവർ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ. പിന്നീട് 1898 വീണ്ടും പൊളോണിയം, റേഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള 2 എലമെൻറ്റ് കൂടെ ഡിസ്കവർ ചെയ്തു. ആ ഒരു ഇത്രയും
എലമെൻറ്റ്സ് ഡിസ്കവർ ചെയ്തു, അതിൻ്റെ പ്രോപ്പർട്ടി സ്റ്റഡി ചെയ്തപ്പോഴാണ് ശരിക്കും ഈ ഒരു റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഡെവലപ്പായിട്ട് വന്നിട്ടുള്ളത്. പിന്നീട് ഇതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇപ്പോഴും ഒരു ഹോട്ട് ഏരിയ തന്നെയാണ് ന്യൂക്ലിയർ കെമിസ്ട്രി എന്ന് പറയുന്നത്. ന്യൂക്ലിയർ കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കെമിസ്ട്രിയുടെ ബ്രാഞ്ചായിട്ട് തന്നെ മാറി എന്ന് പറയാം. അതിന് പല കാരണങ്ങളുണ്ട്, അതിൻ്റെ ആപ്ലിക്കേഷൻ തന്നെയാണ് അതിൻ്റെ കാരണങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ന്യൂക്ലിയർ കെമിസ്ട്രി അഫക്ട്സ് അവർ ലൈഫ്സ് ഡയറക്ട്ലി. എന്തൊക്കെയാണ്? റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ മെഡിസിൻസ്, എസ്പെഷ്യലി ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ക്യാൻസർ മാത്രമല്ല, ഒരുപാട് നമ്മുടെ ബോഡിയിലുള്ള ഒരുപാട് ഡിസീസിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ ടൈപ്പ് ഓഫ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ റിയാക്ഷൻസ് ആർ യൂസ്ഡ് ഇൻ മേക്കിംഗ് വെപ്പൺസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ ഒരു ന്യൂക്ലിയർ റിയാക്ഷൻസിനെ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇലക്ട്രിസിറ്റിയും എന്ത് ചെയ്യാൻ പറ്റും? ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻ. അപ്പോൾ മെയിനായിട്ട് ഓർത്തിരിക്കുക, നമ്മുടെ മെഡിസിൻസ്, അതുപോലെ തന്നെ വെപ്പൺസ്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്? അത്ര നല്ല ഹോട്ടായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയയും കൂടെയാണ്. ഓരോന്നിൻ്റെ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് പിന്നീടേക്ക് വരാം. അപ്പം ഇത്രയാണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് പറയാനുള്ളത്. ഇതിനകത്ത് റേഡിയോ ആക്ടിവിറ്റി ആരാണ് ഡിസ്കവർ ചെയ്തത്, ആരാണ് ആ ഒരു ടൈം കോയിൻ ചെയ്തത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ബാക്കി കാര്യങ്ങളൊന്നും ഓർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ്, ഈ ഒരു ചാപ്റ്റർ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസെപ്റ്റ് പഠിക്കും. ഇപ്പം ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ തന്നെ കൺസെപ്റ്റുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസെപ്റ്റ് ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ നമ്മൾ മൂന്നായിട്ടാണ് ഈ ന്യൂക്ലിയർ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ അറ്റോമിക് ന്യൂക്ലിയസിനെ കുറിച്ച് പഠിക്കും. അത് കഴിഞ്ഞിട്ട് ന്യൂക്ലിയർ റിയാക്ഷൻസ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ റേഡിയോ ആക്ടിവിറ്റിയെ കുറിച്ചാണ് പഠിക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ഇതിനകത്തുനിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നായിരിക്കും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക. അതും ഒത്തിരി ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കില്ല. നമുക്ക് ട്രിക്കൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. അപ്പം ഇൻട്രൊഡക്ഷൻ പാർട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അറ്റോമിക് ന്യൂക്ലിയസ് ആണ്. അതിനകത്ത് നമ്മൾ ന്യൂക്ലിയസിൻ്റെ സൈസിനെയും ഷേപ്പിനെയും കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യും. എന്തൊക്കെയാണ് ന്യൂക്ലിയസ് സ്പെറിക്കലാണെന്നാണ് നമ്മൾ പറയുന്നത്, ശരിക്കും അത് സ്പെറിക്കലാണോ, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് ആ ഒരു സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ ന്യൂക്ലിയസ് എന്ന ടോപ്പിക്കിൽ നമ്മൾ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ഓഫ് ന്യൂക്ലിയസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ന്യൂക്ലിയസ് ഉണ്ട്. നമുക്കറിയാം, ഐസോടോപ്സ് ഉണ്ട്, ഐസോബാർ ഉണ്ട്, ഐസോടോൺസ് ഉണ്ട്. അങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂക്ലിയസിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ന്യൂക്ലിയർ സ്റ്റെബിലിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ഉണ്ട്. മാസ് ഡിഫക്റ്റ്, അതുപോലെ തന്നെ ബൈൻഡിങ് എനർജി, N/P റേഷ്യോ, പാക്കിംഗ് ഫ്രാക്ഷൻ. ആ ഒരു 4 ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇവിടുന്ന് നിങ്ങൾക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. മാസ് ഡിഫക്റ്റോ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാനോ N/P റേഷ്യോ വെച്ചിട്ട് ഉള്ള പ്രോബ്ലംസോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ന്യൂക്ലിയർ റിയാക്ഷൻസ് ആണ്. ഫസ്റ്റ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ഷൻ, എന്തൊക്കെയാണ് ന്യൂക്ലിയർ റിയാക്ഷൻ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, അതിൻ്റെ എനർജറ്റിക്സ്, അതുപോലെ തന്നെ ക്രോസ് സെക്ഷൻ, അതുപോലെ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ, ഇതിൻ്റെ തിയറീസ് ആണ് ആദ്യം നമ്മൾ നോക്കുക. നമുക്ക് ഒരു 4 തിയറി ഉണ്ട്. അതിനകത്ത് 2 തിയറിയാണ് മെയിനായിട്ട് നമ്മുടെ സിലബസിലുള്ളത്. ആ 2 തിയറിയിലായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുക. അതിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ, അതിൻ്റെ റിയാക്ഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഏറ്റവും ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് റേഡിയോ ആക്ടിവിറ്റിയാണ്. ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും അതിനകത്ത്. അത് കഴിഞ്ഞിട്ട് സ്റ്റോഡി-ഫെജാൻസ് റൂള്, അതുപോലെ DK കൈനറ്റിക്സ്, നമ്മൾ കൈനറ്റിക്സിനകത്ത് വരുന്ന ടോപ്പിക്കാണത്, എങ്കിലും നമ്മളിവിടെയും അത് പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഐസോടോപ്പിക് ഡയലൂഷൻ ആൻഡ് ആക്ടിവേഷൻ അനാലിസിസ്. ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും നമ്മൾ ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ കൺസെപ്റ്റുകളായിട്ട് പഠിച്ചു വെക്കാനായിട്ടുള്ളത്. നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ MSc ലെവലിൽ പ്രിപ്പയർ ചെയ്താലും ഡിഗ്രി ലെവലിലാണെങ്കിലും പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്തും ഇത്രയും കൺസെപ്റ്റുകൾ മാത്രം ഇതിനകത്തൊന്ന് സാധാരണയായിട്ട് ചോദിക്കാറുള്ളൂ. ഇതിനകത്ത് വേറെ ഒരുപാട് ഹയർ കെമിസ്ട്രി ഉണ്ട്, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്രയും പോർഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ടും പറ്റും. ഫസ്റ്റ് നമ്മൾ ന്യൂക്ലിയർ നൊട്ടേഷനിലേക്കാണ് പോവുക. ആദ്യത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള പോർഷനാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ന്യൂക്ലിയർ നൊട്ടേഷൻ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നതാണ് എലമെൻ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ഇവിടെ Z എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ അറ്റോമിക് നമ്പർ ആയിരിക്കും, A എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ മാസ് നമ്പർ ആയിരിക്കും, ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ന്യൂട്രോണിൻ്റെ നമ്പർ ആയിരിക്കും. നോർമലി ഇതാണ് ന്യൂക്ലിയർ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ ഈ ഒരു ടൈപ്പ് ഓഫ് രീതിയിലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ എലമെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. പല റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ബേസിക് ആയിട്ടുള്ള നൊട്ടേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പിലായിരിക്കും.
അപ്പോൾ നമുക്കറിയാം അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് ഈക്വൽ ആണ്. ഒരു ന്യൂട്രൽ ആറ്റം ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി മാസ് നമ്പർ എന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നാണ്, നമ്മുടെ പ്രോട്ടോണും ന്യൂട്രോണും, നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ചേർന്നതിനെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് വിളിക്കുന്നത്. അതിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് എലമെൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ എലമെൻറ്റ് ഏതാണോ അതിൻ്റെ സിമ്പൽ എക്സ് ആയിട്ട് വരും, അറ്റോമിക് നമ്പർ ഇസഡ് ഇവിടെ വരും, എ മാസ് നമ്പർ വരും. നോർമലി ഇത്രയും മാത്രം റെപ്രസെൻറ്റ് ചെയ്യാറുള്ളൂ. ന്യൂട്രോൺ നമ്പർ ചില കേസുകളിൽ ചില ബുക്കുകൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ന്യൂട്രോൺ നമ്പർ കൂടെ കൂട്ടിയായിരിക്കും റെപ്രസെൻറ്റേഷൻ വരിക. അപ്പം ബേസിക്കായിട്ട് എന്താ ന്യൂക്ലിയർ നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ് അറ്റോമിക് നമ്പർ, എന്താണ് മാസ് നമ്പർ, എന്താണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അതാണ് ന്യൂക്ലിയർ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ നമ്മുടെ ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ നമ്മൾ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും നിങ്ങൾ ന്യൂക്ലിയോൺസ് എന്നാണ് വിളിക്കുക. നിങ്ങൾ ഇനി ഒരു ടേമൊക്കെ കേൾക്കും അങ്ങോട്ട്, ന്യൂക്ലിയോൺസ്, ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി, അങ്ങനെ പല ടേംസും കേൾക്കും. അപ്പോൾ ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത്. ദ ആറ്റംസ് മാസ് നമ്പർ ഈസ് ഓഫൺ കോൾഡ് ന്യൂക്ലിയോൺ നമ്പർ. നമ്മൾ ആ മാസ് നമ്പറിനെ ന്യൂക്ലിയോൺ നമ്പർ എന്നും വിളിക്കാറുണ്ട്. ആൻഡ് പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ന്യൂക്ലിയസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ സ്പെസിഫിക് അറ്റോമിക് നമ്പർ ആൻഡ് ന്യൂക്ലിയോൺ നമ്പറിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ന്യൂക്ലിയൈഡ് എന്നാണ് അതിനെ നമ്മൾ വിളിക്കുക. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അറ്റോമിക് നമ്പറും അതുപോലെ തന്നെ ന്യൂക്ലിയോൺ നമ്പറും ഉള്ള ആ ഒരു ന്യൂക്ലിയസിനെ നമ്മൾ ന്യൂക്ലിയൈഡ് എന്നായിരിക്കും നമ്മൾ വിളിക്കുക. ഓക്കെ, ന്യൂക്ലിയൈഡ്സ് ആർ റെപ്രസെൻറ്റഡ് ഇൻ കെമിക്കൽ നൊട്ടേഷൻ ബൈ സബ്സ്ക്രിപ്റ്റ്. അറ്റോമിക് നമ്പർ ആണ് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരിക, നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു. ആൻഡ് സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് വരുന്നത് ന്യൂക്ലിയോൺ നമ്പർ ആണ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ എലമെൻറ്റ് എക്സ്. എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എക്സ്, അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഇവിടെ വരും, മാസ് നമ്പർ എന്ന് പറയുന്നത് ഇവിടെ വരും. ഓക്കെ, നമുക്ക് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ ചില ബുക്കുകളിൽ നിങ്ങളുടെ ന്യൂട്രോണിൻ്റെ നമ്പർ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ന്യൂക്ലിയർ നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളെ അവിടെ നമുക്ക് പറയാനായിട്ടുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കാം. യുറേനിയം എടുക്കാം. യുറേനിയം 238, യുറേനിയം 92, 146. ഇതൊരു റെപ്രസെൻറ്റേഷനാണ്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാം, നമുക്ക് എന്താ തന്നിട്ടുള്ളത്, യുറേനിയം 238, 92, 146 ഇതാണ് തന്നിട്ടുള്ളത്. അപ്പം നമുക്കറിയാം ഇവിടെ വരുന്ന ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ അറ്റോമിക് നമ്പറാണ്. അറ്റോമിക് നമ്പറാണ് എന്തെന്ന് തന്നിരിക്കുന്നത്, 92 തന്നിരിക്കുന്നത്. ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് മാസ് നമ്പറാണ്. മാസ് നമ്പറിനെ നമ്മൾ എ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. മാസ് നമ്പർ എന്ന് പറയുന്നത് 238 ആണ് തന്നിട്ടുള്ളത്. ഇനി നമ്പർ ഓഫ് ന്യൂട്രോൺസിൻ്റെ നമ്പറാണ് ഈ തന്നിട്ടുള്ളത്. നമുക്കറിയാം നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. ഇവിടെ 238 മൈനസ് 92 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണെന്ന് കിട്ടും, 146 ആണ് ഇവിടുത്തെ ന്യൂട്രോണിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. അപ്പം ബേസിക്കലി ഒരു ഇങ്ങനത്തെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എലമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൻ്റെ താഴെ ഇരിക്കുന്ന ഇത് അറ്റോമിക് നമ്പറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, മുകളിലത്തേത് അതിൻ്റെ മാസ് നമ്പറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ ന്യൂട്രോണിനെയാണ്, നമ്പർ ഓഫ് ന്യൂട്രോൺസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ബേസിക്കായിട്ടുള്ള കാര്യം പറഞ്ഞു. ഇനി അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ന്യൂക്ലിയൈഡ് ദാറ്റ് ഹാസ് 26 പ്രോട്ടോൺസ് ആൻഡ് 33 ന്യൂട്രോൺസ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ബ്ലഡ് കെമിസ്ട്രി. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ റെഫറൻസ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് ഇവിടെ എന്ത് കിട്ടും, ഇവിടുന്ന് കിട്ടും. ഇവിടെ എലമെൻറ്റ് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ എന്ത് പറഞ്ഞിട്ടുണ്ട്, ടു സ്റ്റഡി ബ്ലഡ് കെമിസ്ട്രി. അപ്പം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതായിരിക്കാം, ബ്ലഡ് കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ന്യൂക്ലിയർ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് ഏതാണ്, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ആ മനസ്സിലാകുന്ന കൺസെപ്റ്റോട് എന്ത് ചെയ്യുക, നമ്മളവിടെ നോട്ട് ചെയ്ത് പോകണം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ന്യൂക്ലിയൈഡ് അതിന് 26 പ്രോട്ടോണും 33 ന്യൂട്രോൺസും ഉണ്ട്. അത് ബ്ലഡ് കെമിസ്ട്രി സ്റ്റഡിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ സിമ്പൽ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ വേറെ രണ്ട് വേസിൽ ആ ഒരു ന്യൂക്ലിയൈഡിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, പ്രോട്ടോൺസ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ഈക്വലാണ്, അതിൻ്റെ അറ്റോമിക് നമ്പറിന് ഈക്വലാണ്. ക്യാപിറ്റൽ ഇസഡ് വെച്ചിട്ടാണ് അറ്റോമിക് നമ്പറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 26 ആയിരിക്കും. ഇനി മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ. നമുക്ക് പ്രോട്ടോൺ തന്നിട്ടുണ്ട്,
26 തന്നിട്ടുണ്ട്, ന്യൂട്രോണും തന്നിട്ടുണ്ട്, എത്രയാണ് 33 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂട്ടുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 59 എന്ന് കിട്ടും. നിങ്ങൾക്കറിയാം അറ്റോമിക് നമ്പർ 26 വരുന്നത് ഏതാണ്? അയൺ ആണ്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? Fe2659. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. വേറെ വേറെ രീതിയിൽ നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്നെങ്കിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ചില കേസിൽ Fe59 എന്ന് മാത്രമേ കാണുള്ളൂ. ഇത് വേറൊരു ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ്. ഇനി ചിലപ്പം അയൺ ഒരു വര ഇട്ടിട്ട് 59 എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ്, ഈ 3 രീതിയിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത് ഈ ഒരു രീതിയും ഈ ഒരു രീതിയാണ്. അപ്പോൾ അയൺ എഴുതിയിട്ട് ഒരു സ്ലാഷ് ഇട്ടിട്ട് 59 എഴുതിയാൽ അതിൻ്റെ അർത്ഥം ആ കൊടുത്തിരിക്കുന്ന അവിടെ വരുന്ന ആ നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ മാസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഇതാണ്, ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻസിനെ അറ്റൻഡ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി, കൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഫിസിഷ്യൻസ് ക്യാൻ ആക്സസ് എ പേഷ്യൻസ് ലെങ്സ് ഫംഗ്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്രിപ്റ്റോൺ 81. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നിങ്ങളുടെ ലെങ്ത് ഫംഗ്ഷൻ എന്ത് ചെയ്യാനാണ് ആക്സസ് ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഏത് എലമെൻ്റ് ആണ് ഉപയോഗിക്കുന്നത്? ക്രിപ്റ്റോൺ 81 ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വാട്ട് ഈസ് ദ ന്യൂക്ലിയേറ്റ്സ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. അറ്റോമിക് നമ്പറും മാസ് നമ്പറും കണ്ടുപിടിക്കണം. ഹൗ മെനി പ്രോട്ടോൺസ് ആൻഡ് ഹൗ മെനി ന്യൂട്രോൺസ് ആർ ഇൻ ദ ന്യൂക്ലിയസ് ആൻഡ് 2 other representation. ഓക്കെ, അപ്പം നമുക്കറിയാം ക്രിപ്റ്റോൺ എന്ന് പറയുന്നത് എന്താ? ക്രിപ്റ്റോൺ 81 തന്നിട്ടുണ്ട്. ഈ 81 എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ മാസ് നമ്പറാണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് 81 ആണ്. നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്കറിയാം ക്രിപ്റ്റോണിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണ്. അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ആയിരിക്കും. അപ്പം ഇവിടുത്തെ കേസിൽ മാസ് എന്ന് പറയുന്നത് 81 ആണ്, മൈനസ് 36. ഓക്കെ, എത്ര വരും? 45 വരും. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് എത്രയാണ്? 45 ന്യൂട്രോൺസ് ആണ് ഈ ഒരു കേസിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, നമുക്കിതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇത് വൺ വേ ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ്. ഇല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? നമുക്ക് KR എന്ന് എഴുതിയിട്ട് ഇവിടെ അതിൻ്റെ മാസ് നമ്പർ റെപ്രസെൻറ്റ് ചെയ്യാം. 2 other ways ഓഫ് റെപ്രസെൻറ്റേഷൻ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ബേസിക്കലി ക്വസ്റ്റ്യൻ ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം. ഞാൻ റെഫറൻസ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പിൽ ഇരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് പോകാം. ഇനി അടുത്ത നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് നമ്മളിപ്പോഴും കെമിക്കൽ റിയാക്ഷൻ എന്നും ന്യൂക്ലിയർ റിയാക്ഷൻ എന്നും കേട്ടിട്ടുണ്ട്. എന്താണ് ബേസിക്കായിട്ട് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം? നമ്മളിപ്പോഴും കൂടുതലും ഡീൽ ചെയ്യുന്നത് കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചാണ്. ന്യൂക്ലിയർ റിയാക്ഷൻസിനെ കുറിച്ച് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പം ബേസിക്കലി എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? അതാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവുക. അപ്പം ഏറ്റവും പരിചിതമായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നതിനകത്ത് നമുക്ക് എന്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ? മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ മാത്രമേ കാണത്തുള്ളൂ. അവിടെ ഇലക്ട്രോൺ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? മൂവ് ചെയ്യത്തുള്ളൂ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഓർഗാനിക് കെമിസ്ട്രിയിൽ തന്നെ ഒരു റിയാക്ഷൻ്റെ എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, ഈ ഒരു റിയാക്ഷൻ ഏതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ റിയേജൻ്റ് എന്ന് പറയുന്നത് എന്താണ്? NaNH2 ആണ് ഇൻ ലിക്വിഡ് അമോണിയ. ഓക്കെ, ഇത് ഏത് റിയാക്ഷനാണ് എന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഇവിടെ ബേസിക്കലി എന്താ നടക്കുക? നമുക്കിവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ N+ഉം NH2- ആയിട്ടാണ് നിൽക്കുന്നത്. എന്താണ് NH2- എന്ന് പറയുന്ന ഒരു ബേസ് ആണ്. എന്ത് ചെയ്യും? അത് ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുക്കും. ഈ ക്ലോറിൻ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ലീവ് ചെയ്ത് പോകും. നിങ്ങൾക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ഇവിടെ ഫോം ചെയ്യും. എന്താണ്? ബെൻസൈൻ എന്നാണ് അതിനെ നിങ്ങൾ വിളിക്കുന്നത്. ഓക്കെ, ബെൻസൈൻ എന്നാണ് അതിനെ നിങ്ങൾ വിളിക്കുന്നത്. സൈഡ് പ്രൊഡക്റ്റ് ആയിട്ട് എന്തൊക്കെ ഉണ്ടാകും? NH2 ഒരു ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്തു. അപ്പം ഒരു NH3 മോളിക്യൂൾ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലോറിനും സോഡിയവും കൂടെ ചേർന്നിട്ട് ഒരു NaCl എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊരു ബേസിക്കലി ഒരു കെമിക്കൽ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ. കെമിക്കൽ റിയാക്ഷൻസിനകത്ത് നിങ്ങൾ എന്തിനെക്കുറിച്ച് മാത്രമാണ് ഡീൽ ചെയ്യുന്നത്? ഇലക്ട്രോൺസിനെ കുറിച്ചാണ്, മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിനെ കുറിച്ചാണ് നമ്മളവിടെ ഡീൽ ചെയ്യുന്നത്. ഇനി ന്യൂക്ലിയർ റിയാക്ഷനിലേക്ക് പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നമുക്കറിയാം അത് റിയാക്ഷൻസ് ഓഫ് ന്യൂക്ലിയസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുണ്ട്? നമുക്കൊരു ആറ്റം ഉണ്ട്. ആറ്റത്തിനകത്ത് ആരുണ്ട്? ആറ്റത്തിനകത്ത് നമുക്കൊരു ന്യൂക്ലിയസ് ഉണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോൺസും ഉണ്ട്. ഈ ന്യൂക്ലിയസിനകത്ത് തന്നെ നമുക്ക് ആരൊക്കെ ഉണ്ട്?
പ്രോട്ടോണും ഉണ്ട് ന്യൂട്രോണും ഉണ്ട്. പ്രോട്ടോൺ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ന്യൂട്രോൺ എന്ന് പറയുന്നത് എന്താണ്? അതിന് ചാർജ് ഒന്നുമില്ല, ന്യൂട്രലാണ്. ഓക്കെ, സീറോ ചാർജ് ആണ്, ന്യൂട്രൽ ആണ്. ഓവറോൾ എന്താണ്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഓക്കെ, അപ്പം ന്യൂക്ലിയസിനകത്ത് ചിലപ്പം 3 ന്യൂട്രോണും 2 പ്രോട്ടോണും ഉള്ള ഒരു സിസ്റ്റം ആയിരിക്കും. ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ചിലപ്പം 2 ന്യൂട്രോണും 3 പ്രോട്ടോണും ഉള്ള ഒരു സിസ്റ്റമായിട്ട് മാറി. അപ്പം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ന്യൂക്ലിയർ റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പം ബേസിക് ആയിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കെമിക്കൽ റിയാക്ഷനകത്ത് ഇലക്ട്രോൺസിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. ന്യൂക്ലിയർ റിയാക്ഷൻസിനകത്ത് ന്യൂക്ലിയോൺസിനെ കുറിച്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ന്യൂട്രോൺസ്, പ്രോട്ടോൺസ്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡീൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മളൊരു ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കെമിക്കൽ റിയാക്ഷനകത്ത് നോക്കുക. ഇവിടുത്തെ കേസിൽ എന്താണ്? ഇൻ ദിസ് റിയാക്ഷൻ only electrons of the outermost shell of the atoms are involved. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ന്യൂക്ലിയർ റിയാക്ഷൻ നോക്കുന്ന സമയത്ത് എന്താണ്? ന്യൂക്ലിയർ ഓഫ് ദ ആറ്റം ആണ് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? നമ്മൾ കെമിക്കൽ റിയാക്ഷൻ്റെ കേസിൽ എന്താണ്? സം ബോൺസ് ആർ ബ്രോക്കൺ, സം ബോൺസ് ആർ ഫോംഡ്. നമുക്കറിയാം കെമിക്കൽ റിയാക്ഷനകത്ത് ചില ബോണ്ട് ബ്രേക്ക് ചെയ്യും, പുതിയ ബോണ്ടുകൾ ഫോം ചെയ്യും. നമ്മൾ തൊട്ട് മുന്നത്തെ റിയാക്ഷനിൽ നമ്മൾ കണ്ടു, ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, എന്നിട്ട് പുതിയൊരു ബോണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ന്യൂക്ലിയർ റിയാക്ഷൻ നോക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ഡു നോട്ട് ഇൻവോൾവ് എനി ബ്രേക്കിംഗ് ഓർ മേക്കിംഗ് ഓഫ് ബോൺസ്. ന്യൂക്ലിയർ റിയാക്ഷനകത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻ കെമിക്കൽ റിയാക്ഷൻസ് എനർജി എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്യാം, അതുപോലെ തന്നെ എന്ത് ചെയ്യാം? അബ്സോർബ് ചെയ്യാം. ഓക്കെ, നമ്മൾ കെമിക്കൽ റിയാക്ഷനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചിലപ്പോൾ എനർജി എന്ത് ചെയ്യാം? ഇവോൾവ് ചെയ്യാം, അല്ലെങ്കിൽ റിലീസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അബ്സോർബ് ചെയ്യാനും പറ്റും. നമ്മൾ എൻഡോതെർമിക്, എക്സോതെർമിക് എന്നൊക്കെ പറഞ്ഞ് അവിടെ പഠിച്ചിട്ടുണ്ട്. ഇനി ന്യൂക്ലിയർ റിയാക്ഷനിൽ അങ്ങനെയല്ല. ഇവിടുത്തെ കേസിൽ എനർജി എന്താണ്? ഓൾവേസ് എന്താണ്? റിലീസ്ഡ് ആണ്, എവോൾവ്ഡ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ന്യൂക്ലിയർ റിയാക്ഷൻ്റെ എന്തെന്ന് പറയുന്നത്? പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി കെമിക്കൽ റിയാക്ഷൻ നോക്കുന്ന സമയത്ത് എനർജി ഇവോൾവ്ഡ് ഓർ അബ്സോർബ്ഡ് എന്ന് പറയുന്നത് അത്ര ഹൈ ഒന്നും ആയിരിക്കത്തില്ല, നോട്ട് ദാറ്റ് മച്ച് ഹൈ. ബട്ട് എന്താണ്? ന്യൂക്ലിയർ റിയാക്ഷൻ്റെ കേസിൽ എനർജി ഇവോൾവ് ചെയ്യുന്ന എനർജി, റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് എന്താണ്? വളരെ ഹൈ ആണ്. കമ്പയർ ചെയ്യുക, കെമിക്കൽ റിയാക്ഷനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് വളരെ ഹൈ ആണ് എനർജി റിലീസ് എന്ന് പറയുന്നത്. ഇനി കെമിക്കൽ റിയാക്ഷൻ്റെ ഒരു സ്പീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ റേറ്റ് കൈനറ്റിക്സ് പഠിക്കുന്ന സമയത്ത് ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്? റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കേസിൽ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനും പ്രഷറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ന്യൂക്ലിയർ റിയാക്ഷൻ്റെ കേസിൽ എന്ത് ചെയ്യുന്നില്ല? ഈ ടെമ്പറേച്ചറിനും പ്രഷറിനൊന്നും എന്ത് ചെയ്യുന്നില്ല? ഈ ഒരു സ്പീഡ് ഓഫ് ദി റിയാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറിവേഴ്സിബിൾ ആണ്, അതുപോലെ തന്നെ റിവേഴ്സിബിൾ ആണ്. ചില കേസിൽ എന്താണ്? ഇറിവേഴ്സിബിൾ ആണ്. പക്ഷേ ഇതിൽ നമ്മുടെ ന്യൂക്ലിയർ റിയാക്ഷൻസ് എല്ലാം എന്താണ്? ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് ആണ്. ഓക്കെ, ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ നോക്കിയത് എന്താ? ഒരു കെമിക്കൽ റിയാക്ഷൻ, ന്യൂക്ലിയർ റിയാക്ഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കിയത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്ററിലെ ഫസ്റ്റ് കൺസെപ്റ്റ് ആയിട്ടുള്ള സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ന്യൂക്ലിയസിനെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോവുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് അറിഞ്ഞിരിക്കണം? ന്യൂക്ലിയസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കേർണൽ അല്ലെങ്കിൽ സീഡ് എന്നാണ്. നമുക്കറിയാം സീഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്രൂട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു കവറിങ് കാണും, അതിനകത്തിരിക്കുന്ന സാധനത്തിനാണ് നമ്മൾ സീഡ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ കേസിൽ എന്താണ്? നമുക്ക് ആറ്റം ഉണ്ട്, ആറ്റത്തിനകത്തിരിക്കുന്ന ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ന്യൂക്ലിയസിനകത്ത് ആരൊക്കെ ഉണ്ട്? നമുക്ക് ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയോൺസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പം ബേസിക്കലി അതിൻ്റെ ഒരു ഐഡിയ ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇനി നമ്മൾ ഫ്രം വേരിയസ് മോഡൽസ് ഓഫ് ആറ്റം എന്താണ്? നമുക്ക് ചില ഒബ്സർവേഷൻസ് ഉണ്ട്. ഡയമീറ്റർ ഓഫ് ആറ്റം എന്ന് പറയുന്നത് 10⁻⁻8 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഡയമീറ്റർ ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് 10⁻13 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പം നമുക്ക് എന്തുണ്ട്? നമുക്ക് ആറ്റത്തിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 10⁻8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഡയമീറ്റർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റും. റേഡിയസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് വോളിയം? നമ്മൾ ന്യൂക്ലിയസ് സ്പെറിക്കലാന്ന് അസ്യൂം ചെയ്തിട്ട് എന്താണ് 4/3 πr³ വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ആറ്റത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഡയമീറ്റർ ഓഫ് ന്യൂക്ലിയസ് വന്നിട്ടുള്ളതുകൊണ്ട് ന്യൂക്ലിയർ വോളിയം എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയർ വോളിയം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം? അറ്റോമിക് വോളിയമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെറുതാണ്? ന്യൂക്ലിയർ വോളിയം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പം അതിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ റേഡിയസിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു
സ്ട്രക്ചർ ഓഫ് ആറ്റം ഗവേൺസ് കെമിക്കൽ പ്രോപ്പർട്ടി. ഒരു സിസ്റ്റത്തിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടിയെ ഡിറ്റർമൈൻ അല്ലെങ്കിൽ അത് ഡിറ്റർമൈൻ ചെയ്യുന്ന എന്താണ്, ആ ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് അനുസരിച്ചാണ് അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി വരുന്നത്. ഇനി സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. ന്യൂക്ലിയസിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെ റോൾ എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടി ഗവേൺ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ന്യൂക്ലിയസിനകത്ത് എന്താണ് ന്യൂട്രോണും പ്രോട്ടോണും ചേർത്ത് ന്യൂക്ലിയോൺസ് എന്നാണ് നമ്മൾ വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ബേസിക്കായിട്ട് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ന്യൂക്ലിയർ വോളിയം എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ് അറ്റോമിക് വോളിയമായിട്ട് കമ്പയർ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ അതിലേക്ക് വരും എന്തുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് പറഞ്ഞെന്നുള്ളത്. കാരണം നമുക്കറിയാം നമ്മൾ ആറ്റത്തിനകത്ത് ന്യൂക്ലിയസും ഇലക്ട്രോൺസും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മൾ ഇലക്ട്രോൺസിൻ്റെ കേസിൽ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്, അയനൈസേഷൻ എനർജി, ഇലക്ട്രോൺ അഫിനിറ്റി ഒക്കെ പഠിക്കുന്നുണ്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോണിനെ അവിടുന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അതിനെ നമ്മൾ അയനൈസേഷൻ എനർജി എന്ന് വിളിക്കും. ഇനി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് വിളിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ന്യൂക്ലിയസിൻ്റെ കേസിൽ എന്ത് ചെയ്യുന്നില്ല, നമ്മളൊന്നും പഠിക്കുന്നില്ല. നമുക്കൊരു ന്യൂക്ലിയസിനകത്തോട്ട് പ്രോട്ടോൺസിനെ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് സിസ്റ്റംസ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒരു ആറ്റത്തിൽ നിന്ന് നമുക്ക് ന്യൂക്ലിയസിനെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ, അല്ലെങ്കിൽ ന്യൂക്ലിയസിനെ അവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ പറ്റുമോ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ബേസിക്കലി ആ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ വരുന്നത്. നമുക്കറിയാം ഇലക്ട്രോൺസിനൊക്കെ പറ്റും, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, ആറ്റത്തിൽ നിന്ന് ന്യൂക്ലിയസിനെ എടുത്ത് മാറ്റാനായിട്ട് പറ്റത്തില്ല. റീസണിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്സർവേഷനാണ് നോക്കാൻ പോകുന്നത്. From number of experiments, it has been found that volume of the nucleus എന്ന് പറയുന്നത് directly proportional to നിങ്ങളുടെ മാസ് നമ്പർ ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം വോളിയം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് പ്രസൻറ്റ് ഇൻ ദ ന്യൂക്ലിയസുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. മാത്തമാറ്റിക്കലി നമുക്ക് വോളിയം എന്ന് പറയുന്നത് എന്താണ്, മാസ് നമ്പറിനോട് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. വോളിയം എന്ന് പറയുന്നത് നമ്മളിവിടെ സ്പെറിക്കലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് വോളിയം എന്ന് പറയുന്നത് 4/3 πr³ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസ് നമുക്ക് ആർ എങ്ങനെ കണ്ടുപിടിക്കാം, 4/3 πr³ എന്ന് പറയുന്നത് എന്താണ്, പ്രൊപ്പോർഷണൽ ടു എ ആണ്. അപ്പം r³ എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രൊപ്പോർഷണൽ ടു 3/4 π ഇൻറ്റു എ ആയിരിക്കും. r എന്ന് പറയുന്നത് എന്തായിരിക്കും, r എന്ന് പറയുന്നത് 3/4 π ദ ഹോൾ റൈസ് ടു 1/3 ഇൻറ്റു എ റൈസ് ടു 1/3 ആയിരിക്കും. ഓക്കെ, ഇത്രയത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു കോൺസ്റ്റൻ്റ് ടൈം വെച്ച് റീപ്ലേസ് ചെയ്യുകയാണ്. നമുക്കറിയാം ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്, 3ഉം 4ഉം 5ഉം എല്ലാം എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ആ ഒരു കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് r0 എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും, r = r0 ഇൻറ്റു എ റൈസ് ടു 1/3. r0യുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, r0 = 1.4 ഫെർമി മീറ്റർ ആണ്. നമുക്കറിയാം എന്താണ് 1 ഫെർമി മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 10⁻⁻15 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് r0 എങ്ങനെ എഴുതാം, 1.4 ഇൻറ്റു 10⁻⁻15 മീറ്റർ എന്ന് എഴുതാം. ഈ രണ്ട് r0യുടെ വാല്യൂ നമ്മൾ ഓർത്തിരിക്കുക. നമുക്ക് മാക്സിമം കേസിൽ ഫെർമി മീറ്റർ തന്നെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് യൂണിറ്റ് വരിക അതിൽ തന്നെ ആയിരിക്കും. കാരണം നമുക്കറിയാം ന്യൂക്ലിയസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പം ചെറിയ യൂണിറ്റുകളായിരിക്കും നമ്മൾ പൊതുവെ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഏത് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ കൺവേർഷൻ അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഫൈനൽ ആൻസർ ഏത് യൂണിറ്റിലാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് കൺവേർഷൻസ് എല്ലാം ഓർത്തിരിക്കുക. ഇതിനകത്ത് കുറച്ച് കൺവേർഷൻസേ ഉള്ളൂ, അത് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾ എന്താ കണ്ടുപിടിച്ചത്, നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്, റേഡിയസ് = r0 ഇൻറ്റു എ റൈസ് ടു 1/3. ഈ ഒരു ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കണം. ഇവിടെ ഈ ഒരു ഫോർമുല മാത്രം ഓർത്തിരുന്നാൽ മതി, ഡെറിവേഷനും കാര്യങ്ങളും ഒന്നും ഓർത്തിരിക്കേണ്ട. ഈ ഒരു ഫോർമുലയ്ക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം റേഡിയസ് അല്ലെങ്കിൽ സൈസ് ഓഫ് ന്യൂക്ലിയസ് നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. എന്താണ്, r = r0 എ റൈസ് ടു 1/3 ആണ്. അതായത് നമ്മളുടെ സൈസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് നമ്പർ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഈ ഒരു പോയിന്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, ന്യൂക്ലിയർ സൈസ് കണ്ടുപിടിച്ചു. ന്യൂക്ലിയർ സൈസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും, ന്യൂക്ലിയർ ഡെൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ന്യൂക്ലിയർ റിയാക്ഷൻ ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും, അതുപോലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നിനെ ബേസ് ചെയ്ത് എന്ത് ചോദിക്കാം, ന്യൂമറിക്കൽസ് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. നെറ്റിനൊക്കെ സാധാരണ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ന്യൂമറിക്കൽസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂക്ലിയർ സൈസ് വെച്ചിട്ട് ന്യൂക്ലിയർ ഡെൻസിറ്റി ആണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പോവാം.
ഓക്കെ, അപ്പം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം എന്ന് നമുക്കറിയാം. അപ്പം ഈ ന്യൂക്ലിയസിൻ്റെ കേസിലുള്ള ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയർ ഡെൻസിറ്റി ഈസ് മോർ ഓർ ലെസ് കോൺസ്റ്റന്റ് എന്നൊരു കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ന്യൂക്ലിയസിൻ്റെ കേസിൽ ന്യൂക്ലിയർ ഡെൻസിറ്റി എന്താണ്? മോർ ഓർ ലെസ് എന്നാണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. ഇറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് നേച്ചർ ആൻഡ് സൈസ് ഓഫ് ന്യൂക്ലിയസ്. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് ഓഫ് നേച്ചർ ആൻഡ് സൈസ് ഓഫ് ന്യൂക്ലിയസ് എന്നൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കറിയാം എന്താണ് R എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു A raised to R എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു A raised to 1/3 ആണ്. മാസ് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം സപ്പോസ് ഞാൻ കാർബൺ എടുക്കുന്നു, അല്ലെങ്കിൽ നൈട്രജൻ എടുക്കുന്നു, ഇത് ഓക്സിജൻ എടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ കേസിൽ നമുക്കറിയാം എന്താണ്? അതിൻ്റെ മാസ് നമ്പർ ഡിഫറൻ്റ് ആണ്. അപ്പം ഈ ഡിഫറൻ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിനെല്ലാം എന്താണ്? ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെന്നാണ് നമ്മൾ എന്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അതിൻ്റെ പ്രൂഫിലേക്ക് പോകും. എന്തുകൊണ്ടാണ് ആ ഒരു ന്യൂക്ലിയർ ഡെൻസിറ്റി എന്താകുന്നത്? കോൺസ്റ്റൻ്റ് ആകുന്നത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക എന്താണ് ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് നേച്ചർ ആൻഡ് സൈസ് ഓഫ് ന്യൂക്ലിയസ്. ഓക്കെ, ദെൻ നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എക്സാമ്പിൾ എടുക്കാം. നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് 12 കാർബണും അതുപോലെ 14 കാൽസ്യം ആണ്. അപ്പം നമുക്കറിയാം കാർബൺ 12 അതിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് എന്താണ്? മോളാർ മാസ് ഓഫ് കാർബൺ 12 എന്ന് പറയുന്നത് നമുക്കറിയാം 12 gram per മോളാണ്. 12 gram per മോളാണ് അതിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? നമ്മുടെ ന്യൂക്ലിയർ ഡെൻസിറ്റി ആണ് കണ്ടുപിടിക്കാനായിട്ട് പോവുക. അപ്പോൾ നമുക്കറിയാം എന്താണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്? എന്താണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്? മാസ് ബൈ വോളിയം ആണ്. ഓക്കെ, ഇവിടുത്തെ മാസ് എന്ന് പറയുന്നത് എന്താണ്? ഇത് ഒരു കാർബൺ ആറ്റത്തിൻ്റെ മോളാർ മാസ് ആണ്. നമുക്കിവിടെ ശരിക്കും കാർബൺ ആറ്റം ഓക്കെ മോളാർ മാസ് ആണ് 12 gram per മോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് എന്താണ് വോളിയം ഉണ്ട്. വോളിയം എന്ന് പറയുന്നത് എന്താണ്? 4/3 പൈ R³ ആണ്. അപ്പോൾ നമ്മൾ ആറിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. R എന്ന് പറയുന്നത് എന്താണ്? R0 A raised to 1/3 the whole cube എന്ന് വരും. അപ്പോൾ എങ്ങനെ വരും? 4/3 പൈ ഇൻറ്റു R0 ക്യൂബ് ഇൻറ്റു A എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഒരു വാല്യൂ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ മാസം എന്ന് പറയുന്നത് 12 ഇൻറ്റു 1.67 ഇൻറ്റു 10 raised to -27. ഞാൻ ഇതിനെ കിലോഗ്രാമിലേക്ക് മാറ്റുവാണ്. AMUവിൻ്റെ വാല്യൂ ഇട്ടെന്നാണ് എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ വോളിയം എന്ന് പറയുന്നത് 4/3 പൈ ഇൻറ്റു R0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.4 ഇൻറ്റു 10 raised to -15 ദ ഹോൾ ക്യൂബ് ആണ്. ഇവിടെ നമുക്ക് മീറ്ററിലാണ് വരുന്നത്. ഇൻറ്റു മാസം എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. അപ്പം ഇത് മീറ്ററിലാണ് വരുന്നത്. ഓക്കെ, മാസം എന്ന് പറയുന്നത് മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് 12 ആണ് വരുന്നത്. അപ്പം ഇത് കാർബണിൻ്റെ കേസിൽ ഇങ്ങനെയാണ് വരിക. ഇനി കാൽസ്യത്തിൻ്റെ കേസിൽ നമുക്ക് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. നമുക്ക് കാൽസ്യത്തിൻ്റെ കേസിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്ര വരും? 14 ഇൻറ്റു എന്താണ് മോളാർ മാസ് നമുക്കറിയാം 40 ആണ്. 1.67 ഇൻറ്റു 10 raised to -27 ഡിവൈഡഡ് ബൈ 4/3 ഇൻറ്റു പൈ ഇൻറ്റു ഇതുപോലെ തന്നെയാണ് വരിക. A മാത്രമാണ് ഡിഫറൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1.4 ഇൻറ്റു 10 raised to -15 ദ ഹോൾ ക്യൂബ് ഇൻറ്റു മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 40 ആണ്. ഇത് കാർബണിൻ്റെ കേസിലുള്ള ന്യൂക്ലിയർ ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ ആണ്. ഇത് നമ്മുടെ കാൽസ്യത്തിൻ്റെ കേസിലുള്ള ന്യൂക്ലിയർ ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ ആണ്. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഈ മാസ് നമ്പർ എന്ത് ചെയ്യും? ഇവിടെയും ക്യാൻസലായി പോവും, ഇവിടത്തെ കേസിലും ക്യാൻസലായി പോവും. ബാക്കിയെല്ലാം എന്താണ്? കോൺസ്റ്റൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളിതിന് തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ എന്താ പറഞ്ഞത്? ന്യൂക്ലിയർ വോളിയം ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മോറലെസ് എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊരു എലമെൻ്റ് എടുത്താലും എന്താണ്? അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്രോക്സിമേറ്റ്ലി 2 ഇൻറ്റു 10 raised to 17 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, നിങ്ങൾ നോക്കുക, ഈ വാല്യൂ നോക്കുക. 1 മീറ്റർ ക്യൂബിൽ 2 ഇൻറ്റു 10 raised to 17 കിലോഗ്രാം. അതെന്താണ്? പോസിബിൾ അല്ല എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എഴുതിയിരിക്കുന്നത്, നോ എർത്തി കണ്ടെയ്നർ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ദിസ് ഇനോർമസ് മാസ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അല്ലാതെ പറയുകയാണെന്നുണ്ടെങ്കിൽ ബില്യൺ ടൺ പെർ ഇഞ്ച് എന്നാണ്.
ഓക്കെ, അപ്പോൾ 1 മീറ്റർ ക്യൂബിൽ നമുക്ക് ഇത്രയും മാസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, വിസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു എർത്തി കണ്ടെയ്നറിന് എന്ത് ചെയ്യത്തില്ല, അത് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ആറ്റത്തിനകത്തുള്ള ന്യൂക്ലിയസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെ ഒരു എക്സ്പ്രഷൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ന്യൂക്ലിയർ ഡെൻസിറ്റി ഈസ് മോർ ഓർ ലെസ് കോൺസ്റ്റന്റ് ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് നേച്ചർ ആൻഡ് സൈസ് ഓഫ് ന്യൂക്ലിയസ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രൂവ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ന്യൂക്ലിയർ സൈസ് വെച്ചിട്ട് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്, ന്യൂക്ലിയർ റിയാക്ഷൻ ക്രോസ് സെക്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ബേസ് ചെയ്ത് സാധാരണയായിട്ട് ന്യൂമറിക്കൽസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം എന്താണ് ഈ ന്യൂക്ലിയർ റിയാക്ഷൻ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഗീവ്സ് മെഷർമെൻറ്റ് ഓഫ് എഫക്റ്റീവ് ഏരിയ അറൗണ്ട് എ ടാർഗറ്റ് ന്യൂക്ലിയസ് അവൈലബിൾ ഫോർ പ്രൊജക്റ്റൈൽ ഫോർ എ പർട്ടിക്കുലർ റിയാക്ഷൻ. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്, റുദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റിലാണ് ഈ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ഓർത്തിരിക്കുക. It was introduced in alpha particle scattering phenomenon in Rutherford experiment. അത് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ന്യൂക്ലിയർ ക്രോസ് സെക്ഷനെ നമ്മൾ സിഗ്മ ഐ എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ബാണിലാണ്, ബാൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്മൾ തൊട്ട് മുന്നത്തേനകത്ത് ഫെർമി മീറ്റർ കണ്ടു. അതുപോലെ തന്നെ ബാൺ എന്ന് പറയുന്നതും ചെറിയൊരു യൂണിറ്റ് ആണ്. അപ്പം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ബാൺ എന്ന് പറയുന്നത് എത്രയാണ്, 10⁻⁻28 മീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ 10⁻⁻24 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഈ ഒരു യൂണിറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ മാത്തമാറ്റിക്കലി നമുക്ക് എന്തെന്ന് പറയാം, ന്യൂക്ലിയർ റിയാക്ഷൻ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഏരിയയ്ക്ക് ഈക്വൽ ആണ്, അല്ലെങ്കിൽ എന്താണ്, πr² ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ന്യൂക്ലിയർ റിയാക്ഷൻ ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, സിഗ്മ ഐ ഈസ് ഈക്വൽ ടു πr². ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പം ഈ ഒരു ആറിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് സാധാരണയായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് എന്താണ് ഇക്വേഷൻ എന്താണെന്ന് പെട്ടെന്ന് ഓർക്കത്തില്ല. അപ്പം ഇക്വേഷൻ വളരെ സിമ്പിളായിട്ടുള്ള ഇക്വേഷനാണ്, പക്ഷേ ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ആകെ നമ്മൾ 2 ഇക്വേഷനെ ഓർക്കാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ആറിൻ്റെ ഇക്വേഷൻ, R0 × a⁻⁴ എന്നുള്ള ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു πr² എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക, നമ്മൾ ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. ഇത് നെറ്റ് എക്സാമിന് ചോദിച്ചൊരു പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ ഒറ്റ ലൈനേ ഉള്ളൂ, പക്ഷേ എന്താണ് കാൽക്കുലേഷൻ ഉണ്ട്, കുറച്ചുണ്ട്. അപ്പം ഇവിടെ നോക്കുക, എന്താ നമ്മൾ ചോദിച്ചിരിക്കുന്നത്, ജോമെട്രിക് ക്രോസ് സെക്ഷൻ ഓഫ് 125 SN ഇൻ ബാണിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ യൂണിറ്റ് പറഞ്ഞിട്ടുണ്ട്, ബാണിൽ തന്നെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈസ് എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ തന്നിട്ടുള്ളത്, 125 SN എന്നാണ് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഇതൊരു ന്യൂക്ലിയർ നൊട്ടേഷനാണ്. ഈ നൊട്ടേഷനിലെ 125 എന്ന് പറയുന്നത് അതിൻ്റെ മാസ് നമ്പറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ഇതിനകത്തൊന്നും വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തറിയാം, എ അറിയാം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ക്രോസ് സെക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πr² ആണ്. പക്ഷേ എന്ത് കണ്ടുപിടിക്കണം, ആദ്യം R കണ്ടുപിടിക്കണം. R കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം, മാസ് നമ്പർ വേണം. അപ്പോൾ മാസ് നമ്പർ തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ R എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് R എന്ന് പറയുന്നത് എന്താണ്, R0 × a⁻⁴ ആണ്. ഓക്കെ, R0 എന്ന് പറയുന്നത് എപ്പോഴും 1.4 × 10⁻⁻15 മീറ്റർ ഇൻറ്റു എ എന്ന് പറയുന്നത് ഇവിടെ 125 ആണ്, ⁻⁻1/3. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 1.4 × 10⁻⁻15 ഇൻറ്റു 125ൻ്റെ 1/3 എന്ന് പറയുമ്പോൾ എത്രയാണ്, 5. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടി, R കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് ക്രോസ് സെക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ എന്താണ്, സിഗ്മ ഐ ഈസ് ഈക്വൽ ടു πr² എന്നാണ് നമ്മുടെ ഇക്വേഷൻ. നമ്മൾ ഓൾറെഡി R കണ്ടുപിടിച്ചു. അപ്പോൾ പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 3.14 ആണ്. ഇൻറ്റു R എന്ന് പറയുന്നത് 1.4 × 10⁻⁻15 ഓക്കെ, 10⁻⁻15 ഇൻറ്റു 5 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, R എന്ന് പറയുന്നത് അതാണ്, സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഇവിടുത്തെ കേസിൽ നിങ്ങളിവിടെ നോക്കുക, നമ്മളിവിടെ മീറ്ററിലാണ് എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ആൻസർ വരുന്നത് മീറ്റർ സ്ക്വയറിലായിരിക്കും. നമ്മൾ ബാണിൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ നിങ്ങൾ ബാണി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടേണ്ടത് 1.53 എന്നാണ് കിട്ടേണ്ടത്. ഓക്കെ, ബാണിൻ്റെ കൺവേർഷൻ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിരുന്നു. എന്താണ്, 1
ബാൺ എന്ന് പറയുന്നത് 10⁻⁻28 മീറ്റർ സ്ക്വയർ ആണ്. അല്ലെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും നമുക്ക് 10⁻⁻24 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയാൻ പറ്റും. അപ്പം ഈ ഒരു കൺവേർഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടേണ്ടത് എങ്ങനെയാണ് 1.53 എന്നാണ് കിട്ടേണ്ടത്. എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? അപ്രോക്സിമേറ്റ് റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് തന്നിട്ടുണ്ട് 17 ജെർമീനിയം ഇൻ ഫെർമി മീറ്ററിലാണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്, നിങ്ങൾക്ക് റേഡിയസ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? R = R0 × A⁻1/3. അപ്പോൾ R0 നിങ്ങൾക്കറിയാം, എ എന്ന് പറയുന്നത് 17 തന്നിട്ടുണ്ട്. എന്ത് ചെയ്യുക, നിങ്ങൾ കാൽക്കുലേറ്ററോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ആൻസർ കണ്ടുപിടിച്ച് നോക്കുക. എത്രയാണ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഇങ്ങനത്തെ പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരും. ഇത് എവിടെ നിന്നാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കൺഫ്യൂഷൻ വരും. അത്രയും മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നത്. നെറ്റിൽ ഈ ക്വസ്റ്റ്യൻ, ഈ ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 2 വട്ടം റിപ്പീറ്റ് ചെയ്ത് സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. മാസ് നമ്പർ എന്ന് പറയുന്നത് 125 ആണ്. അതായത് 1/3 എടുക്കാൻ പാകത്തിനുള്ള അത്ര ടൈപ്പ് ഓഫ് മാസ് നമ്പർ ആയിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. അങ്ങനെ ഭയങ്കര, ഇപ്പോൾ ഈ ഒരു കേസിൽ 70 ആണ്. 70യുടെ കേസിൽ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം മാക്സിമം കേസിൽ സിംപ്ലിഫൈഡ് ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. കാൽക്കുലേഷൻ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പം ഈ ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ ന്യൂക്ലിയർ സൈസ് ആണ് കണ്ടുപിടിച്ചത്. ന്യൂക്ലിയർ സൈസിൽ നിന്ന് ന്യൂക്ലിയർ ഡെൻസിറ്റി കണ്ടുപിടിച്ചു. ന്യൂക്ലിയർ ഡെൻസിറ്റിക്കകത്തുനിന്ന് എന്താ, അത് വോളിയം ന്യൂക്ലിയർ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സെക്കൻഡ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്ന സാധനം എന്ന് പറയുന്നത് എന്താണ്, ന്യൂക്ലിയർ ക്രോസ് സെക്ഷൻ ആണ്. ക്രോസ് സെക്ഷൻ്റെ കേസിൽ എന്താണ്, നമ്മൾ 2 ക്വസ്റ്റ്യനും ചെയ്ത് നോക്കി, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് പോവാം.